അപ്പോൾ ഈ ഞാൻ കളിക്കുന്നത് സ്കൈ ബ്ലോക്കാണ്. സ്കൈ ബ്ലോക്ക് എല്ലാവരും കണ്ടിന്യൂ ചെയ്തോന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സ്കൈ ബ്ലോക്ക് വേൾഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ പുതിയ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ചെറിയൊരു റീക്യാപ്പ് പോലെ തരാം. അതായത് ഈ വേൾഡ് ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൈ ബ്ലോക്കിൽ ലാവ ഇല്ലാണ്ട് കളിക്കാൻ നിന്ന്. ലാവ ഇല്ലെങ്കിൽ നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്ററും ആ സ്റ്റാർട്ടിങ് ടൈമിലുള്ള കോബിൾ സ്റ്റോണൊന്നും കളക്ട് ചെയ്യാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് സ്പോണായ ഐലൻഡിൽ നിന്ന് ആ ഒരു സാപ്ലിങ്, അതായത് ആ ഒരു മരവും ഒപ്പര സ്പോണാവും. ആ മരം മുറിച്ചിട്ട് കിട്ടിയ സാപ്ലിങ് വെച്ചിട്ട് ആ ട്രീ ഇങ്ങനെ ഫാം ചെയ്ത് ഇവിടെ ഇത്രയും വലിയൊരു ഐലൻഡ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഐലൻഡിൽ ഓരോ 4 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെയും മരം വെച്ച് തുടങ്ങി. അങ്ങനെ പലതരം മരങ്ങൾ ഞാൻ ഫാം ചെയ്തു. സ്പ്രൂസ്, മറ്റേ ഓക്ക്, വേറെ ഏതോ ഒന്നുണ്ടായിരുന്നല്ലോ, ജംഗിൾ. ഈ 3 ഞാൻ ഫാം ചെയ്തിട്ട് ഇത്രയും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത്ര ഇല്ല, കുറച്ചധികം ഉണ്ടായി. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ പണിക്ക് എടുത്തുകൊണ്ട് ഇപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫാം ചെയ്ത് കുറേ ഫാം ചെയ്ത് കുറേ സംഭവങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലാദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മോബ് ഫാം. ഇത് അത്യാവശ്യം നല്ല വർക്കിംഗ് തന്നെയാണ്. ഇപ്പോഴും നല്ല മോബ് അങ്ങനെ ഇതൊന്നും കൊല്ലലില്ല. പിന്നെ ഞാൻ ഒരു പൊട്ടാറ്റോ ഫാം പോലൊരു സംഭവം സെറ്റാക്കി. പിന്നെ ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ്, പിന്നെ എന്താ ഇവിടെ ഒരു ഹണി ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൽ എനിക്കുണ്ടോയെന്നറിയില്ല. ഫുള്ള് മറ്റേ സംഭവങ്ങളിൽ ഫുഡായിട്ടാണല്ലേ അത് ഫാം ചെയ്യാം. ഓക്കെ, അതിന് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഫാം ചെയ്യാട്ടെ. ഞാൻ നിർത്തി വെച്ചതേനു. ഇതിൽ പഫർ ഫിഷെല്ലാം ഉണ്ടായിരുന്നു, അതിലെല്ലാം അടുത്ത് മാറ്റി എന്തോ ഒരു കാരണത്തിന്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലുള്ള സംഭവങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൈഡർ സ്പോണർ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൊരു സ്പൈഡർ ഫാമും ഉണ്ടാക്കണം. അതിനെക്കൊണ്ട് നമുക്ക് XP പിന്നെ വൂള് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഡെസേർട്ട് ടെമ്പിൾ ഉണ്ട്, ഒരു റൂയിൻഡ് ഫിഗർ ഉണ്ട് അണ്ടർ വാട്ടർ. അവിടെ നിന്നാണ് നമ്മൾ വാട്ടറെല്ലാം എടുത്തത്. പിന്നെ ഒരു മഷ്റൂം ഐലൻഡും ഉണ്ട്. പിന്നെ അതിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബെർച്ചിൻ്റെ ഐലൻഡാണ്. പക്ഷേ ബെർച്ചിൻ്റെ സാപ്ലിങ് മാത്രം കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ബെർച്ച് ഫാം ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു ഷിപ്രക്കും ഉണ്ട്, അതും ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങോട്ടേക്കൊരു ഇഗ്ലൂവും സ്നോ ഐലൻഡെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഗ്ലൂന്ന് എനിക്കൊരു വില്ലേജറിന് കിട്ടി. അവിടെ നിന്ന് തന്നെ ഒരു വില്ലേജറിന് ക്യൂർ ചെയ്യാനുള്ള ഒരു പോഷനും ഒരു ഗോൾഡൻ ആപ്പിളും കിട്ടി. അങ്ങനെ ഞാൻ ആ വില്ലേജറിനെ ഇവിടെ കൊണ്ടുവന്ന് മോബ് ഫാമിൽ നിന്നൊരു സോംബിഫൈഡ് വില്ലേജറിനെ ഒപ്പിച്ച് 2 ആളെ ഒപ്പരം നിർത്തിയിട്ട് മറ്റേ ക്യൂർ ചെയ്യുന്ന പോഷൻ അവരുടെ എന്തായാലും നടുക്കായിട്ട് അടിച്ച്. അപ്പോൾ അവർക്ക് 2 ആൾക്കും ആ ഒരു പോഷൻ്റെ എഫക്റ്റ് കിട്ടും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു എൻജാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എൻജാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കൊണ്ടും മറ്റേ സംഭവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട്, അല്ല ക്യൂർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ട് 2 ആളെ ഒപ്പരം ഇരുത്തിയിട്ട് ഒരാൾക്ക് ഗോൾഡൻ ആപ്പിളും ഒരാൾക്ക് എൻജാൻറ്റഡ് ആപ്പിളും കൊടുക്കാൻ നോക്കി. സംഭവം മറ്റേ ഗോൾഡൻ ആപ്പിൾ കൊടുത്ത ചങ്ങായി ക്യൂറായി, മറ്റേ എൻജാൻമെൻറ്റ് ആപ്പിൾ കൊടുത്ത ആൾ ഇനി ക്യൂറായിട്ടില്ല. അപ്പോൾ ആ എൻജാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ കൊണ്ട് ക്യൂറാക്കാൻ കഴിയില്ല നമുക്ക് അന്നേരം മനസ്സിലായി. പിന്നെ ഒന്നിനെ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ 2നെ തട്ടിക്കളഞ്ഞ കേട്ടോ, വെറുതെ എന്തിനാ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ വില്ലേജർ ബ്രീഡറിലേക്ക് വില്ലേജേഴ്സിനെല്ലാം അവിടെ നിന്ന് ഒപ്പിക്കണം. ഞാനാണെങ്കിൽ അങ്ങനെ ആ വില്ലേജർ പോയ ആ ദിവസം തന്നെ ഒരു ഗോൾഡൻ ആപ്പിൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വില്ലേജർ ബ്രീഡറെല്ലാം വില്ലേജറിൽ പോകുന്നതിൻ്റെ കുറേ മുന്നേ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വില്ലേജറിനെ ഒപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതറിൽ പോയിട്ട് ഒരു ബ്ലേസ് അല്ല മറ്റേ എന്തായിരുന്നു അതിന് പറയാം, ബ്ലേസ് എല്ലാം സ്പോണെന്ന് നെതർ ഫോർട്രസ്, അവിടെ പോയിട്ട് കുറച്ച് നെതറല്ല ബ്ലേസിൻ്റെ റോഡും കൊണ്ടുവന്നിട്ട് ഒരു പോഷൻ ഉണ്ടാക്കണം. പോഷൻ ഉണ്ടാക്കാനുള്ള സാധനമില്ല അതിന്, പക്ഷെ അത് ബ്രൂ ചെയ്യാനുള്ള ബ്ലേസ് പൗഡർ ഇല്ലേ അതില്ല. അതിനാണ് ഇപ്പോൾ നെതറിൽ പോകേണ്ട അവസ്ഥ. ആ ബ്രൂവർ വരെ കിട്ടീനി, ബ്രൂയിങ് സ്റ്റാൻഡ് വരെ കിട്ടീനി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വേൾഡിൻ്റെ ഏകദേശം നിങ്ങൾ പുതിയ ആൾക്കാർക്ക് അറിയാനുള്ള സംഭവം. പിന്നെ ഇനി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ക്രിയേറ്റീവിൽ ഇട്ടിട്ട് ഈ വേൾഡ് ഒന്ന് നോക്കാം.
മറ്റേ നമ്മളെ ചുറ്റിക്കറങ്ങാത്ത ഏതെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ മറ്റേ ഡെഞ്ചൻ ഉണ്ടോ എന്നെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതുവരെ ഈ ഒരു വേൾഡിൽ ഡെഞ്ചൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ക്രിയേറ്റീവിലിട്ട് കുറേ നോക്കി, പക്ഷേ ഡെഞ്ചൻ കിട്ടിയിട്ടില്ല. ഒരു മോണുമെൻ്റ് കണ്ട്, നമ്മൾ ആ ഷിപ്രക്കിൻ്റെ കുറച്ച് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ ആ ഡെഞ്ചൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ മറ്റേ കുറേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. എന്നിട്ടാണ് എനിക്ക് ഓർമ്മയിടുന്നത് ഈ ഡെഞ്ചൻ കണ്ടുപിടിക്കുക ഒരു ഈസി ആയിട്ടുള്ളൊരു പണിയുണ്ട്. മറ്റേ നമ്മൾ IF എടുത്ത് തരുന്നാൽ മതി, അത് പോകുന്ന ഡയറക്ഷനിലേക്ക് പോയാൽ നമുക്കൊരു ഡെഞ്ചൻ കണ്ടുപിടിക്കാൻ കഴിയും. ഞാൻ ആ കാര്യേ മറന്നുപോയി. എന്നിട്ട് ഞാൻ മാനുവലായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയായിരുന്നു. അങ്ങനെ എനിക്കത് ഓർമ്മ വന്നപ്പോൾ തന്നെ ഞാൻ ചെയ്തപ്പോൾ എന്നെ ഇത് കൊണ്ടുപോയത് ഈ ഒരു സ്കൈ ബ്ലോക്ക് വേൾഡിൻ്റെ പുറത്താണ്. അതായത് ഈ ഒരു സ്കൈ ബ്ലോക്ക് 1000 ബ്ലോക്കേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഒരേ ഡയറക്ഷനിലേക്ക് 1000 കോർഡിനേറ്റ്സിൽ 1000 നേരം നീങ്ങിയ അവിടെ പിന്നെ വേൾഡ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ആ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓവർ വേൾഡ് തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ഇതൊരു 1000 വേൾഡിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിലേ തന്നെ ഒരു 1000 ബ്ലോക്ക് വായിക്കാനാൽ കുറച്ച് ഗ്ലാസ് എല്ലാം വെച്ചിട്ടുണ്ടാവും. പിന്നെ ഗ്ലാസും പൊട്ടിച്ച് വായിക്കാനാൽ സാധാ ഓവർ വേൾഡ് പോലെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഈ വേൾഡിൽ നമ്മളെ ഇതില്ല, ഡെഞ്ചൻ മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട്. ഞാൻ എന്നിട്ട് ഡെഞ്ചൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് ഈ സ്കൈ ബ്ലോക്ക് വേൾഡിൻ്റെ പുറത്താണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് വിട്ട്. അപ്പോൾ ഈ വേൾഡിൽ എന്തായാലും ഡ്രാഗനെ കൊല്ലാൻ കഴിയില്ല, കാരണം ആ വേൾഡിനെ പുറത്ത് പോയിട്ട് കൊല്ലുമ്പോൾ അത് സ്കൈ ബ്ലോക്കിൽ കൊല്ലുന്ന പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബാക്കി 2 ഗോളും ചെയ്യുക. എടുത്ത മാപ്പ് പോയിട്ടാണ്, ഒരു മാതിരി മാപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല മാപ്പാണെങ്കിൽ നമുക്ക് ഡ്രാഗനെയും കൊല്ലാൻ കഴിയുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ബാക്കിയുള്ള 2-3 ഗോളിൽ ചെയ്യുക. അതായത് ഫുൾ ഡയമണ്ട് ആർമർ, നല്ലൊരു ബേസ്, പിന്നെ എല്ലാ ഐലൻഡ് വിസിറ്റ് ചെയ്യാന്നുള്ള ആ മോനുമെൻറ്റിൽ ഞാൻ പോകുന്നില്ല, കാരണം പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പോകണമല്ലേ, നമ്മൾ ഗോളാണത്. ആ കണ്ടുപിടിച്ച സ്ഥിതിക്ക് എന്തായാലും പോകണം. ഓക്കെ, ഞാൻ എന്തായാലും അത് പോവാം ഒരു എപ്പിസോഡിൽ. ഡയമണ്ട് ആർമറും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് പോവാം. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നെതറിൽ കയറാന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഓഫ് ക്യാമറയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു നെതർ ഫോർട്ടസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു നെതർ ഫോർട്ടസ് ഉണ്ടാക്കലാണ്. പിന്നെ എൻ്റെ ബേസിൻ്റെ പ്ലാനെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ ഒരു മെയിൻ ഐലൻഡാണ്. അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ ഞാൻ കുറച്ചും കൂടി വലുതാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊരു റൗണ്ട് ആക്കും. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണല്ലേ, ഇത് ഞാൻ ഒരു റൗണ്ടാക്കിയിട്ട് ഒരു 5 ബ്ലോക്കെല്ലാം റൗണ്ടാക്കിയിട്ട് 5ാമത്തെ ബ്ലോക്കിൽ നിന്ന് ഒരു ഹൈറ്റ് കൂട്ടും. എന്നിട്ട് അതൊരു 2 ബ്ലോക്ക് കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ഹൈറ്റ് കൂട്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു റൗണ്ട് ഐലൻഡ്, സർക്കിൾ ഐലൻഡ്. അങ്ങനെ ഈ മെയിൻ സർക്കിൾ ഐലൻഡിൻ്റെ ചുറ്റിനും ഓരോരോ കുഞ്ഞി സർക്കിൾ ഐലൻഡ് ഉണ്ടാവും. ഇതായിരിക്കും മെയിൻ സർക്കിൾ ഐലൻഡ്. ഈ സർക്കിൾ ഐലൻഡിനെക്കാട്ടിയും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ ഐലൻഡും ഇതിൻ്റെ ചെറുതായിരിക്കും. എന്നിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും നടുക്കൂടെ ഒരു വലിയൊരു ഹൈവേ 4 സൈഡിലേക്കും ഇതിൻ്റെ 4 സൈഡിലേക്കും വലിയൊരു ഹൈവേ വെക്കും. ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് വേറൊരു സ്റ്റൈലിലായിരിക്കും ഞാൻ വെക്കുക. എല്ലാ ഐലൻഡിലേക്കും ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യും. നമ്മളെ ടെമ്പിളുകളിലേക്കും അവിടെ ഒരു സ്പോണറുണ്ട്, അതിലേക്കും മോണമെൻ്റ്, ഷിപ്രക്ക്, അങ്ങനത്തെ എല്ലാ സ്ഥലത്തേക്കും നല്ല രസമായിട്ട് എനിക്കൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഈ ഹൈവേയിൽ മാറ്റിയിട്ട് നല്ല അടിപൊളി ഹൈവേയിലും വെക്കാം. അപ്പോൾ അതാണ് ഒരു ബേസ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതൊരു വലിയൊരു സർക്കിൾ ഐലൻഡ്, അതിൻ്റെ ചുറ്റിനും വേറൊരു കുഞ്ഞി സർക്കിൾ ഐലൻഡ് ഉണ്ടാവും. അതാണ് എൻ്റെ ഇപ്പോൾ ഉള്ളൊരു പ്ലാന്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1 ബ്ലോക്കിൻ്റെ വേൾഡ് കളിച്ചിട്ടുണ്ടായിന്, അതിൽ കിട്ടിയ ഐഡിയയാണ്. അതിൽ ഞാൻ ഇതേപോലത്തെ ഒരു വേൾഡ് ഇതേപോലത്തെ ഒരു ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നെതറിൽ കയറാനുള്ള പണി നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഫുഡും ചാർക്കോളെല്ലാം എടുത്തിട്ടുണ്ടാവും വേവിക്കാൻ. അതിൻ്റെപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലും നെതർ പോർട്ടൽ ഉണ്ടാക്കാനുള്ളതും പിന്നെ ഒരു കുറച്ച് ബ്ലോക്സും എടുക്കാം.
വുഡിൻ്റെ ഒരു കുറച്ച് ബ്ലോക്ക് തന്നെ എടുക്കുക. ഇതെല്ലാം സ്ക്രൂവിലെടുക്കാം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രാക്കർ എംസിന്ന് ഒറിജിനൽ എംസിക്ക് മാറ്റണം, അതിന് ആപ്ലിക്കേഷനിലിട്ടാൽ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നമ്മുടെ ആക്കർ നോട്ട് ഫൗണ്ട് ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുള്ളത് ഒറിജിനൽ മൈൻക്രാഫ്റ്റിലാണ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ക്രാക്കർ എംസിയിൽ ഡിലീറ്റ് ആക്കിയിട്ട് എൻ്റെ സാധാ എംസിയിലേക്ക് മാറ്റിയാട്ടാ. ഞാൻ EDMCൻ്റെ വീഡിയോയിൽ പറഞ്ഞു, EDMCൻ്റെ വീഡിയോ കാണാത്താക്ക് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, ഇനി ഈ ഫുഡ് വേവിക്കാട്ടിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് ഒരു നെതർ പോർട്ടലൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വേസിൻ്റെ മുന്നിലായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാക്കാം, വേറെ ഇനി പോകാൻ നിൽക്കണ്ട. ഞാൻ പോർട്ടലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കത്തിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. ഇത് മൊത്തം വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. എവിടെയെങ്കിലും സാധനം കത്തിക്ക് എന്തോ ഭാഗ്യം, ഞാൻ ക്ലിക്ക് ചെയ്ത് പോയി കയ്യിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കിനും. ഓക്കെ, ഫുള്ള് വുഡാണ്. എവിടെയെങ്കിലും ഒന്ന് തീ പിടിച്ചാൽ മൊത്തം നിന്ന് കത്തും. അപ്പോൾ ഈ സാധനം ഭയങ്കര സൂക്ഷിച്ചിട്ടേ കൈകാക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി ആ ഫുഡും ഒരു കുറച്ച് ഐറ്റംസും എടുത്തിട്ട് നമുക്ക് നെതറിലൊന്ന് ജസ്റ്റ് കയറാട്ടോ. ഞാനൊരു ബേസിക് ടൂൾസ് എല്ലാം ഒന്ന് ഉണ്ടാക്കട്ടെ. അതൊന്നും ഇല്ലില്ല, ഞാൻ ജസ്റ്റ് ചത്തപ്പായൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ നെതറിലേക്ക് കയറേണ്ട ആവശ്യമുള്ള അത്ര സാധനങ്ങളിൽ സെറ്റാക്കി. ആർമറും ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കോബിൾ സ്റ്റോൺ മൊത്തം കഴിഞ്ഞ, അതുകൊണ്ടാണ് മറ്റേ വുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയത്. 2 സ്റ്റോൺ സോഡും എടുത്തിട്ടുണ്ട്. മെല്ലെ നെതറിലേക്ക് കയറാം, വേറെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. സ്ലോയിടാ, അതെന്ത്, അതെന്താ അങ്ങനെ? ശരിയാണ്, ആകെയുള്ള സോഡിൻ്റെ ആ ഇതും പോയി. എൻ്റെ അയൺ ആർമറും പോയി. എന്തൊരു വലിയ അവസ്ഥയാണ് ഇത് സുഹൃത്തെ. പറയുമ്പോൾ സ്കൈ ബ്ലോക്ക് ആയോണ്ടേ ഇതൊരു ഐലൻഡ് മാതിരിയല്ലേ. ഓക്കെ, കൊള്ളാലോ. എനിക്ക് കിട്ടാത്ത പൊറിച്ചിൻ്റെ സാപ്ലിങ്, ഐസ്, ഷുഗർ കെയിൻസ്. കൊള്ളാലോ വിളി. പറയുമ്പോൾ ഇത് സ്കൈ ബ്ലോക്ക് ആയോണ്ടേ മറ്റേ ഇതായിരുന്നു, ഐലൻഡ് പോലെ ആയിരുന്നു അല്ലേ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇതുവരെ ഷുഗർ കെയിൻ ഒന്നും കിട്ടിയിട്ടില്ലേ. തിപ്പട ഉണ്ട്, തിപ്പട. പക്ഷെ എൻ്റെ അയൺ ആർമർ ഇവിടെ അടുത്ത വഴി ഒരു ഐലൻഡ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ബ്രിഡ്ജ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോർട്രസ് എല്ലാം കിട്ടാൻ ഈസിയാണ്. മറ്റേ സാധാ വേൾഡിനെക്കാട്ടി ഈസിയാണ് ഇങ്ങനത്തെ ഇതിൽ കിട്ടാൻ കേട്ടോ. എന്തായാലും ഈ സാധനങ്ങളിൽ ഇപ്പോൾ എടുത്ത് നമ്മളെ ബേസിക് കൊണ്ടേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. ഇനി ഞാൻ അതിൽ നെതറിൽ പോയിട്ട് കുറേ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് ഓരോ സ്ഥലയിലും കണ്ടുപിടിക്കണം. നമ്മൾ ഓവർ വേൾഡ് ചെയ്തിട്ടില്ലേ, അത് തന്നെ അതിൻ്റെ സീസൺ 2. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ സംഭവങ്ങളെല്ലാം വാല്യുബിൾസിൽ വെക്കാം. അത്യാവശ്യം നല്ല വാല്യുബിൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. മെയിൻ ഈ 2 സംഭവം, ഇത് 2 കിട്ടാത്ത സാധനമാണ്. അത് 2 കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് കിട്ടാത്ത ബെർച്ചിൻ്റെ സാപ്ലിങ് തന്നെയാണ് അതെല്ലാം കൊണ്ടേക്കുന്നത് ഇവർ. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി ഓഫ് ക്യാമറയിൽ പോയിട്ട് ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചോളൂ. എൻ്റെ അയൺ ആർമറെല്ലാം പോയി ആ വില്ലേജറിനെ കൊണ്ടുവന്നിട്ട് വേണം വേറെ ഒരു അയൺ ഫാം സെറ്റ് ചെയ്ത് എൻ്റെ പോയ അയൺ ആർമറെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ. ആദ്യം ആ ഒരു വൂൾ ഫാം ഉണ്ടാക്കണം. ശരിയല്ല, വൂൾ ഫാം അല്ല, ആ സ്പൈഡർ ഫാം. എന്നാലേ വൂളൊപ്പിക്കാൻ കഴിയും. വൂളൊപ്പിച്ചാലേ ബെഡ് ഉണ്ടാക്കാൻ കഴിയും. ബെഡ് ഉണ്ടാക്കിയാൽ അയൺ ഫാം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.